സദ്യ ഏതായിക്കോട്ടെ, ഓണസദ്യയോ വിഷു സദ്യയോ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കറിയാണ് കൂട്ടുകറി. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റായിട്ട് എങ്ങനെയാണ് ഒരു കൂട്ടുകറി വെക്കുന്നതെന്നാണ് നോക്കുന്നത്. അതിലേക്ക് ഞാനിവിടെ 1.25 കപ്പ് കടല എടുക്കുന്നുണ്ട്. ഇത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തതാണ്. 1 കപ്പ് മിച്ചം പച്ച ഏത്തയ്ക്കായും ചേനയും നമ്മൾ ഇതിലേക്ക് എടുക്കുന്നു. 1.25 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്, വറക്കാൻ ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും. ഇനി ആദ്യം തന്നെ നമ്മൾ കുക്കർ വെച്ച് അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കടല നമുക്ക് എടുക്കാം. 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ നമ്മൾ വയ്ക്കുകയാണ്. ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം സിമ്മിൽ നമുക്കൊരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം പ്രഷർ പോയി കഴിയുമ്പോൾ എടുക്കാം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പുകൾ അരച്ച് വെക്കാം. കറിവേപ്പിലയും കുരുമുളകും ജീരകവും തേങ്ങായും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ഒതുക്കുന്ന മാത്രമേ ഉള്ളൂ, ഒരുപാട് അങ്ങോട്ട് അരയ്ക്കുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ഒതുക്കി എടുത്തിട്ടുണ്ട്. കടല നന്നായിട്ട് വെന്തു. ഇനി നമ്മൾ ഈ കടലയിലോട്ട് തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്ന പച്ച ഏത്തയ്ക്കായും ചേനയും ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാം. 1 വിസിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. പ്രഷർ പൂർണ്ണമായിട്ട് പോയി കഴിയുമ്പോഴാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഒപ്പം നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെക്കാം. നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാം. ആദ്യത്തെ വിസിൽ വരുമ്പം തന്നെ നമുക്കിതിനെ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ പ്രഷർ പൂർണ്ണമായിട്ട് പോയി കഴിയുമ്പോൾ നമുക്കിതിനെ തുറന്ന് എടുക്കാം. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് വറുത്ത് ചേർക്കേണ്ട സാധനങ്ങൾ ചേർക്കാം. നമുക്കതിന് വേണ്ടി ഒരു 2-2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, അതാണ് ഈ കറിയുടെ ടേസ്റ്റ്. 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് തുടങ്ങും. നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 1/4 കപ്പ് തേങ്ങ, ഈ തേങ്ങ നമ്മൾ നന്നായിട്ട് വറുത്ത് ഇതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഈ കറിയുടെ ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ തേങ്ങ വറുത്തിടുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് എടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോകാതെ നമുക്കിത് വറുത്തെടുക്കാം. ഇത് ഏകദേശം നന്നായിട്ട് വറന്നു വന്നിട്ടുണ്ട്. നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഈ സമയമാകുമ്പോഴത്തേനും വാഴയ്ക്കായും ചേനയും വെന്തിട്ടുണ്ടാവും. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് 1 വിസിൽ കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്ത് വെച്ച് പ്രഷർ പൂർണ്ണമായി പോയതാണ്. നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ പാത്രത്തിൽ കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടത് തിളച്ച് വരണം. അപ്പോൾ ഈ സമയം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് തിളയ്ക്കാൻ അനുവദിക്കാം. അപ്പം ഇങ്ങനെ വെള്ളമൊക്കെ ഇത്രയും ഒഴിച്ചാലും കൂടുതലൊന്നും ആകത്തില്ല. ഇത് കുറേ എല്ലാം ഇച്ചിരി ആറിക്കഴിയുമ്പോഴത്തേനും സെറ്റാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് കുറയുകയും ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടി അനുവദിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങായും മുളകും കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണിത്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്യണം. ഓണത്തിനും വിഷുവിനും എന്നല്ല, ഇട ദിവസങ്ങളിലൊക്കെ നമുക്ക് വീടുകളിൽ വെക്കാവുന്ന നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. താങ്ക് യു.